അറിവിന്റെ പൊന്നോണം ഇത്തവണ സിസിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി UGC നെറ്റ് 120 ഡേയ്സ് ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9778826292. ഹായ് എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ കീർത്തന. നമ്മൾ ജൂൺ 18 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിന്റെ നെക്സ്റ്റ് പാർട്ടാണ് കേട്ടോ ഇത്. ഇതിന് മുന്നത്തെ പാർട്ടുകൾ കാണാത്തവര് ഈ ചാനലിൽ തന്നെ അത് അവൈലബിൾ ആണ്. എല്ലാവരും അതൊന്ന് നോക്കുക കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് ഇട്ടിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഒക്കെ വരണമെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആവും അല്ലേ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന എനിക്ക് ഉറപ്പുള്ള ഒരു ഈസി ക്വസ്റ്റ്യൻ നോക്കാം. In the short run, which of the following always gets smaller as output increases? അതായത് ഷോർട്ട് റണ്ണിലാണെങ്കിൽ ഔട്ട്പുട്ട് കൂടും തോറും നിർബന്ധമായിട്ടും എല്ലാ സാഹചര്യത്തിലും കുറഞ്ഞു വരുന്ന ഒരു കോസ്റ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് അറിയാം ഉറപ്പായിട്ട് ഇതെന്താണ്, AFC മാത്രമാണ് അല്ലേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കോസ്റ്റുകളുടെയും ഷേപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ കോസ്റ്റുകളുടെയും ഷേപ്പ് യൂഷ്വലി ഒരു യു ഷേപ്പാണ്. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് അല്ലെ. ഇപ്പൊ ATC ഇങ്ങനെ ഒരു യു ആണെങ്കിൽ AVC ATC തമ്മിലുള്ള ഗ്യാപ്പ് ആദ്യം വലുതായിരിക്കും, പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇത് ചെറുതാവും. MC ആണെങ്കിൽ യു ഷേപ്പാണ്, പക്ഷെ ഒരു ടിക്ക് പോലത്തെ ഒരു ഷേപ്പിലാണ് ഇത് വരിക. പക്ഷെ ഈ പറഞ്ഞ 3 കേവുകളും ആദ്യം ഡൗൺ ആയിട്ട്, അതായത് ആദ്യം ഡിപ്പായിട്ട് പിന്നെ മേലേക്ക് കയറി പോകുന്ന തരത്തിലുള്ള കേവ്സ് ആണ്. സോ എല്ലാ സാഹചര്യത്തിലും ഇത് ഡിക്രീസിങ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരൊറ്റ കേവ് മാത്രമേ ഉള്ളൂ. അതേതാണ്? AFC, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് കേട്ടോ. അതായത് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. ഇപ്പൊ ഒരു ചേഞ്ച് നമുക്കിപ്പോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവിടെയും നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടും. സോ ആ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പാണ് AFCക്ക് ഉണ്ടാവുക. യൂഷ്വലി എപ്പോഴും ഇത് ഡിക്രീസിങ് ആയിക്കൊണ്ടേയിരിക്കും. അസിംപ്റ്റോട്ടിക് ടു ദ എക്സ് ആക്സിസ് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അതായത് എക്സ് ആക്സിസിനെ തൊട്ടു ഇപ്പൊ തൊടും എന്നുള്ള രീതിയിൽ ഡിക്രീസിങ് ആയി പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും എക്സ് ആക്സിസിനെ ഇത് ടച്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനത്തെ സ്വഭാവമുള്ള കേവുകളെയാണ് നമ്മൾ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയാറുള്ളത് കേട്ടോ. ആ ഒരു ഷേപ്പാണ് ആർക്കുള്ളത്? AFC കേവിനുള്ളത്. സ്വാഭാവികമായിട്ടും AFC കേവ് ആണ് ഇതിന്റെ ആൻസർ അല്ലേ. ഇതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു കോൺഫിഡൻസോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാത്സ് ദ ഫോളോയിങ് ആയിരുന്നു. ജൂൺ 18 ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ദ ഫോളോയിങ് വലിച്ചു വാരിയിടായിരുന്നു അല്ലെ. അതിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം തരുന്ന ഒരു മാത്സ് ദ ഫോളോയിങ് ആണിത്. നമുക്ക് നോക്കാം. എക്കണോമിക്സ് ഓഫ് ഐഡിയ, ഇതിപ്പോ ആരുടെ ആയിരിക്കും? എക്കണോമിക്സ് ഓഫ് ഐഡിയ മാത്രമല്ല, ഇതിന്റെ ഒരുമിച്ച് തന്നെ നിൽക്കുന്നതാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എൻഡോജീനിയസ് ഗ്രോത്ത് മോഡലുകളാണ്. അതായത് കുറച്ചും കൂടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ ലേണിംഗ് ബൈ ഡൂയിങ് ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിക്കും, എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു, അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ലേണിംഗ് കർവ്, ലേണിംഗ് ബൈ ഡൂയിങ് കർവ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും അല്ലേ, ഇത് ആരാണ്? കെന്നത്ത് ജെ ആരോ ആണ് ലേണിംഗ് ബൈ ഡൂയിങ് പറഞ്ഞത് അല്ലേ. അതേപോലെ എക്കണോമിക്സ് ഓഫ് ഐഡിയ, അതായത് ഐഡിയാസ്, ഇന്നോവേഷൻസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചത് ആരായിരുന്നു? പോൾ റോമർ ആയിരുന്നു. നമുക്ക് നോക്കിയാലോ ഓപ്ഷൻസിൽ അതുണ്ടോന്ന്. യെസ്, പോൾ റോമർ 4th one ആണ്. കെന്നത്ത് ജെ ആരോ ലേണിംഗ് ബൈ ഡൂയിങ് 3rd ഓപ്ഷൻ ആണ്. ബാക്കി രണ്ടും വളരെ ഈസിയാണ്. കാരണം ആനിമൽ സ്പിരിറ്റ് ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാരാണ്? നമ്മുടെ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് അല്ലെ. കെയ്ൻസിന്റെ ഒരു ഫിലിപ്സ് കർവിന്റെ ആ ഒരു രീതിയിൽ നമ്മളെല്ലാവരും ആനിമൽ സ്പിരിറ്റ് ബേസിലാണ് നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് ആരായിരുന്നു? കെയ്ൻസ് ആണ് അല്ലെ. സോ അത് ഈസി ആയിട്ട് സോൾവ് ആയി. ഇൻവിസിബിൾ ഹാൻഡ് പിന്നെ എല്ലാവർക്കും എന്തായാലും അറിയാം. +1 +2 തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആഡം സ്മിത്ത് ആണ് അല്ലെ. സോ അതും എന്തായി? ഈസി ആയിട്ട് സോൾവ് ആയി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. യെസ്, ഈ ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ട്രിക്കി ആണോ എന്നാൽ കൃത്യമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇതില് ഈസി ആയിട്ട് ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് വലിയ ട്രാപ്പ് ഒന്നും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ഒറ്റ നോട്ടത്തിൽ ട്രിക്കി ആണെന്ന് തോന്നുമെങ്കിലും. സോ നമുക്ക് അതൊന്ന് സോൾവ് ചെയ്താലോ? നോക്കാട്ടോ. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇഫ് നേഷൻ 1 ഹാസ് 100 ലേബർ പ്ലസ് 150 ക്യാപിറ്റൽ ആൻഡ് നേഷൻ 2 ഹാസ് 1000 ലേബർ പ്ലസ് 1000 ക്യാപിറ്റൽ. ഇവിടെ 2 നേഷൻസിന്
ലേബറും ക്യാപിറ്റലും ഏത് രീതിയിലാണ്, ഒരു ഡിസ്ട്രിബ്യൂഷനുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടിനും ഏറ്റവും കൂടുതൽ ലേബറും ക്യാപിറ്റലും ഉള്ളത് സെക്കൻഡ് നേഷനാണ് അല്ലെ. രണ്ടും ഏറ്റവും കുറവുള്ളത് ഫസ്റ്റ് നേഷനാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഏത് അഡ്വാൻറ്റേജാ യൂസ് ചെയ്യേണ്ടത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി യൂസ് ചെയ്യണോ അതോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി യൂസ് ചെയ്യണോ? ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആണ് കേട്ടോ. കാരണം കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു ആൻസർ എത്തുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഈ ഓപ്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ 1 നോക്കിക്കഴിഞ്ഞാൽ തന്നെ നേഷൻ 1 ഇസ് എ ക്യാപിറ്റൽ റിച്ച് കൺട്രി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നേഷൻ 1 100 ലേബറേ ഉള്ളൂ, പക്ഷെ 150 ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ ലേബർ ആണോ അവിടെ കൂടുതൽ, ക്യാപിറ്റൽ ആണോ? ഒബ്വിയസ്ലി ക്യാപിറ്റൽ ആണ്. അപ്പൊ നേഷൻ 1 ക്യാപിറ്റൽ റിച്ച് ആണ് എന്ന് പറയുന്നതിന്റെ അബ്സല്യൂട്ട് ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ് അല്ലാതെ ഒരു തെറ്റുമില്ല, കറക്റ്റ് ആണ് അല്ലെ. അതുകൊണ്ട് അബ്സല്യൂട്ട് സെൻസിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് കമ്പാരിറ്റീവ് സെൻസിലുള്ള ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയിട്ടാണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആണ്. സോ ഇവിടെ എന്താ വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്കൊരു കാര്യം പറഞ്ഞാലോ, ഓണൊക്കെയാണ് അല്ലേ. അപ്പൊ ഈ ഓണത്തിന് നല്ലൊരു കിടിലൻ ഓഫർ നമ്മുടെ CCയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓണം പറയുമ്പോൾ ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതേപോലെ CCയും നിങ്ങൾക്ക് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? CCയുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നല്ല കിടിലൻ ഡിസ്കൗണ്ടോടുകൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോഴാണ് കൃത്യമായിട്ട് ഡിസംബർ ബാച്ചിനൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഡിസംബർ സൈക്കിളിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും കറക്റ്റ് ടൈമാണ്. ഇനി അങ്ങോട്ട് വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാതെയുള്ള അവസ്ഥ വരെ വന്നേക്കാൻ നല്ല സാധ്യത കൂടുതലാണ്. സോ ഇത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. അപ്പൊ അതേ ടൈമിൽ തന്നെ നമുക്ക് എന്താണ്, ഒരു ഓണം ഓഫറും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്കൗണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓടി വന്നിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ ജോയിൻ ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ് 9778826292. ഈ നമ്പറിലേക്ക് ഓടിപ്പോയിട്ട് കോൾ ചെയ്തോളൂ. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞു ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അറേഞ്ച് ദ ഫോളോയിങ് റൗണ്ട്സ് ഓഫ് ടാരിഫ്. എന്താ വന്നിട്ടുള്ളത്? ക്രോണോളജി. ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്രോണോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോണോളജി ഇങ്ങനെ വാരി, ഇങ്ങനെ നമ്മൾ ഈ നെൽമണികളൊക്കെ ഇങ്ങനെ വാരി ഇടില്ലേ കുളത്തിലേക്ക്, അതേപോലെ NTA വാരി അങ്ങോട്ട് ഇടുകയാണ്. അത്ര ക്രോണോളജി ഉണ്ട്. അതിൽ തന്നെ പണ്ട് തൊട്ടേ ചോദിച്ചു വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോണോളജിയിൽ ഒരു ക്രോണോളജിയാണ് ഏതാ? ഗാറ്റ് റൗണ്ട്സ്. അതായത് ഇതിൽ ചോദിച്ചിരിക്കുന്നത് ടാരിഫ് നെഗോസിയേഷൻസ് ആണ്. ഇതല്ലാതെ മിനിസ്റ്റീരിയൽ കോൺഫറൻസുകളും ചോദിക്കും, ഗാറ്റിന്റെ തന്നെ റൗണ്ടുകൾ. അങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്ക് ഗാറ്റിന്റെ റൗണ്ടുകളുടെ സീക്വൻസ് ആയിട്ട്, അതായത് ക്രോണോളജി ആയിട്ട് പഠിക്കാനുള്ളത്. രണ്ടും നമുക്ക് ഇപ്പൊ തന്നെ പഠിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണ്ടേ. ഏതൊക്കെയാണ്? ദില്ലിയൻ തന്നിട്ടുണ്ട്, തോർക്വേ റൗണ്ടും കെനഡി, ജനീവ, ടോക്കിയോ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ വർഷം പഠിച്ചു വെക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് ഒരു നല്ലൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് പഠിക്കാൻ വായോ, പഠിക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ടാരിഫ് നെഗോസിയേഷൻസ്, അതായത് മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോസിയേഷൻസ് MTN റൗണ്ടുകളെ പറ്റിയിട്ടാണ്, ഗാറ്റിന്റെ MTN റൗണ്ടുകളെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ MTN റൗണ്ടുകൾ പഠിക്കാനുള്ള ഒരു ട്രിക്കാണിത്. നമുക്ക് പഠിച്ചാലോ. ജനീവ, ആനസി, തോർക്വേ, ജനീവ, ദില്ലിയൻ, കെനഡി, ടോക്കിയോ, ഉറുഗ്വേ, ദോഹ. ഇതാണ് കൃത്യമായിട്ട് പറഞ്ഞ ആൻസർ. മൊത്തം നമ്മുടെ MTN നെഗോസിയേഷൻസ്, ഗാറ്റ് റൗണ്ട്സിന്റെ ഇത്രയുമാണ്, ഈ ഓർഡറിലാണ് നടന്നിട്ടുള്ളത്. ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് ഓർമ്മ നിൽക്കോ? ഇല്ല അല്ലെ. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫസ്റ്റത്തെ ഒരു സിലബിൾ പോലെ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ശബ്ദം മാത്രം പഠിച്ചാൽ മതി. ഭയങ്കര ഫണ്ണി ആയിരിക്കും കേൾക്കുമ്പോൾ, പക്ഷെ എന്നാലും ഇതൊരിക്കലും നിങ്ങൾ മറക്കാൻ പോകുന്നില്ല. എങ്ങനെയാണ്? ജെ ആൻഡ് തോ, ജെ ദിൽ കെ, തോക്ക് ഉറുദു, ഈ രീതിയിൽ പഠിക്കുക. ഇപ്പൊ ഇത് പറയുമ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ടുണ്ടാവും, പക്ഷെ ഇതൊരു 2-3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഉറക്കത്ത് ചോദിച്ചാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടോ. ഇപ്പൊ തോർക്വേ എന്നുള്ളൊരു രാജ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പോലും അറിയണ്ട. ഞാൻ ആ ഫസ്റ്റ് സിലബിൾ മൊത്തം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ TO എന്നുള്ളത് ഇതാ കണ്ടോ, ഓപ്ഷൻ ബി. ഇതിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈസി ആയിട്ട് നിങ്ങൾ ഈ ട്രിക്ക് യൂസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ജെ ആൻഡ് തോ, ജെ ദിൽ കെ,
തോക്ക് ഉറുദു. ഇങ്ങനെ 3-3-3 ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഈസി ആയിട്ട് അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ ഞാൻ പറഞ്ഞു ഗാറ്റ് റൗണ്ട്സിന്റെ മിനിസ്റ്റീരിയൽ കോൺഫറൻസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോസിയേഷൻസിന്റെ ട്രിക്കാണ്. അതേപോലെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ ട്രിക്ക് പഠിച്ചാലോ, അതാണ് ഇത് കേട്ടോ. ഇതും കുറച്ചും കൂടി ഒരു ഹിന്ദി പോലെയുള്ള ഒരു ട്രിക്കാണ്. പറയുമ്പോൾ ഭയങ്കര ഫണ്ണി ആയിരിക്കും, എന്നാലും നമുക്ക് ഫണ്ണി ആയിട്ട് തന്നെ പഠിച്ചിട്ട് ഈസി ആയിട്ട് ഇത് പഠിക്കാം. എന്താണ്? സിംഗ് ജി സെ ദോക്കാ ഹോഗ ജി ബാനി ബൂക്ക. സിംഗ് ജി സെ ദോക്കാ ഹോഗ ജി ബാനി ബൂക്ക. കണ്ടോ എത്ര എളുപ്പമാണ്. ഇത്രയും കോൺഫറൻസുകളുടെ റൗണ്ട് നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു. ഏതൊക്കെയാണ്? സിംഗപ്പൂർ, ജനീവ, സിയാറ്റിൽ, ദോഹ, കാൻകം. ഇതിൽ കാൻകം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് അമേരിക്കയിലാണ് കേട്ടോ. പിന്നെ ഹോങ്കോങ്, ജനീവയിൽ ഒരുപാട് റൗണ്ടുകൾ നടന്നിട്ടുണ്ട് കേട്ടോ. ജനീവയിൽ നടന്ന റൗണ്ടുകളുടെ ഇമ്പോർട്ടൻസ് ഒരു 2-3 പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുണ്ട്. അതെന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാവോ? നോക്കാട്ടോ ആരാ കറക്റ്റ് ആയിട്ട് പറയുന്നതെന്ന്. ഓക്കെ, ദെൻ ബാലി, നൈറോബി, ബുവനോസ് ഐറസ്, ഖസാക്കിസ്ഥാൻ. ഇങ്ങനെയാണ് ഇതിന്റെ ട്രിക്ക് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതേതാണ്? മിനിസ്റ്റീരിയൽ കോൺഫറൻസുകളുടെ ട്രിക്കാണ്. നമ്മുടെ ചോദ്യം ഏതിന്റെ ആയിരുന്നു? മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോസിയേഷൻസ്. അതിന്റെ ട്രിക്ക് ഒന്നുകൂടെ പറഞ്ഞേ. ജി ആൻഡ് തോ, ജെ ദിൽ കെ, തോ ഗുർദോ. ഈസി അല്ലേ? അത് വെച്ച് ഒന്ന് നോക്കിക്കേ. ജനീവ ഫസ്റ്റ് വന്നു, ആൻഡ് തോ, ടോക്കിയോ സെക്കൻഡ് വന്നു, ജെ ദിൽ കെ, തോക്ക് ഉറുദു. കണ്ടോ ഈസി ആയിട്ട് ഓപ്ഷൻ ഫുള്ള് ഞാൻ വായിച്ചത് പോലുമില്ല. ഫസ്റ്റ് സിലബിൾ മാത്രം നോക്കിയിട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്തു. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ് കേട്ടോ. അപ്പൊ ഈ 2 ട്രിക്കുകളും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് പണ്ട് തൊട്ട് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 2-3 എക്സാമില് എന്താ പറയാ റിപ്പീറ്റഡ് ആയിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടോപ്പിക് നമുക്കൊന്ന് പഠിച്ചാലോ? എന്താണ്? ഇമ്പോസിബിൾ ട്രിലമ. അതായത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ നമ്മുടെ NTA ഫേവറേറ്റ് ആണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. In context of monetary policy in open economy, the concept of trilemma involves which of the following? അതായത് ഇമ്പോസിബിൾ ട്രിലമയിൽ 3 കാര്യങ്ങളാണ് ഉള്ളത് അല്ലെ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അതിന്റെ തിയറി തന്നെ ഒന്ന് സ്ട്രോങ് ആക്കാം. സിമ്പിൾ ആണ്. ഇതിൽ ബേസിക് ആയിട്ടുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും ചോദിക്കില്ല കേട്ടോ. എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിൾ ആണ് ഇത് വരച്ചിട്ടുള്ളത്. അതായത് ഫ്രീ ക്യാപിറ്റൽ മൊബിലിറ്റി, മോണിറ്ററി ഓട്ടോണമി, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇങ്ങനെ 3 കാര്യങ്ങൾ. ഇത് 3ഉം നമ്മുടെ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ RBIയുടെ ടാർഗറ്റ് തന്നെയാണ് അല്ലെ. ഇത് 3 നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ എന്താ പറയുന്നത്? ഈ തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ പോലെയാണ്. അതായത് നമ്മൾ ഫ്രീ ക്യാപിറ്റൽ മൊബിലിറ്റിയും മോണിറ്ററി ഓട്ടോണമിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഒഴിവാക്കേണ്ടി വരും. അതായത് ഇത് 3ഉം കൂടെ ഒരുമിച്ച് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് എന്നുള്ളതാണ് ഇമ്പോസിബിൾ ട്രിലമ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രീ ക്യാപിറ്റൽ മൊബിലിറ്റിയും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഈ ലൈൻ ചൂസ് ചെയ്യുകയും അതേപോലെ മോണിറ്ററി ഓട്ടോണമി നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അതേപോലെ ഒരു ട്രയാങ്കിളിന്റെ 3 ലൈൻസ് ആണ് അല്ലെ. ഈ 3 ലൈൻസിൽ ഏതെങ്കിലും ഒരു ലൈനെങ്കിലും ഈ 3 കാര്യങ്ങളെയും ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ഇമ്പോസിബിൾ ട്രിലമ. ഇനി ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്തൂടെ? എന്താണ്? പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിനും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിനും 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഇത് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറക്കില്ല. ഇത് ഏതാണ്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഇൻഡിപെൻഡന്റ് മോണിറ്ററി പോളിസി. ഈസി ആയിരുന്നില്ലേ? ഇത് വളരെ ഈസി ആണല്ലേ. പക്ഷെ ഈസി ബട്ട് അൺനോൺസ്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് മാത്രം ഈ ക്വസ്റ്റ്യന്റെ മാർക്ക് നഷ്ടപ്പെടരുത് കേട്ടോ. അപ്പൊ ഇത് റിവൈസ് ചെയ്തിട്ട് പോവുക. അപ്പൊ നമ്മുടെ CCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ടൈമായി. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 120 ഡേയ്സിന്റെ ഒരു പുതിയ ബാച്ചും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇനിയുള്ള 4 മാസം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു നല്ല സ്ട്രാറ്റജിയോടുകൂടെ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാച്ച് ആയിരിക്കും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള 4 മാസങ്ങളാണ്. സോ എല്ലാവരും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസോടെ പഠിക്കുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതേപോലെ PDF ആയിട്ട് നോട്ട്സ് അവൈലബിൾ ആണ്. വീക്ക്ലി എക്സാമുകളും പോളുകളും അല്ലെങ്കിൽ വീക്ക്ലി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ടാവും, ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടാവും, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പാക്ട് ബാച്ച് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് 9778826292.
ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചാനലിലുള്ള ബാക്കിയുള്ള വീഡിയോസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്